ശബരിമല വിഷയത്തെ സംബന്ധിച്ച് സുഭാഷിതം ചാനലിലും ഈ ചാനലിലും ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ചാനലിലും ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. ഓരോ വീഡിയോയും നമ്മൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും നമ്മൾ പറഞ്ഞതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്റർപോൾ വരാതെ ഈ വിഷയം തീരത്തില്ല. അതായത് ഇപ്പോൾ ഇന്റർപോളിനെയും കഥകൾ പറഞ്ഞു തുടങ്ങി, എല്ലാവരും രമേശ് ചെന്നിത്തലടക്കം എല്ലാവരും പറഞ്ഞു തുടങ്ങി. CBI വരാതെ ഈ കഥ അവസാനിക്കില്ല എന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞു. CBI വരാൻ തുടങ്ങി. ED വരാതെ ഈ കഥ അവസാനിക്കും. ഞങ്ങൾ വളരെ നേരത്തെയാണ് പറയുന്നത്. ഇതിന്റെ തുടക്ക സമയത്തുള്ള വീഡിയോസാണ് പറയുന്നത്. അന്നൊരു ചാനൽ, ഒരു ഡിജിറ്റൽ ചാനലോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനലോ ആരും പറഞ്ഞു. അതേസമയം ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് പലരും പറഞ്ഞു. നമ്മൾ ഏത് ചാനലും ചോദിക്കരുത്. നമ്മളെ തമ്പ് തന്നെ അതുപോലെ അടിച്ച ചാനലുകളുണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് നവംബർ 24, 2025 നവംബർ 24 ഞങ്ങൾ ചെയ്ത വീഡിയോ ആണ് നമ്മുടെ കണ്ഠരര് രാജീവ് കണ്ഠരര് അറസ്റ്റിലാണെന്നുള്ളത്. ഇപ്പോൾ അത് അറസ്റ്റായല്ലോ. ഞങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാകും എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ഞങ്ങൾ ഇന്ന് കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയുന്നു, ഈ കേസ് സമ്പൂർണ്ണമാകാൻ കടകംപള്ളി സുരേന്ദ്രനെയും അറസ്റ്റിലേക്ക് പോകേണ്ടി വരും. രണ്ടാമത്തെ തവണ ED നമ്മുടെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആരെല്ലാം ചോദ്യം ചെയ്തിട്ടുണ്ടോ അവിടെ പിന്നെ അറസ്റ്റാണ്. കാരണം ഇതിൻ്റെ ഒരു സീക്വൻസ് ഇതാണ്. ആദ്യ തവണ ഒന്ന് ചോദ്യം ചെയ്യും. അപ്പോൾ അവരാരും സത്യവും പറയത്തില്ല, മെഴുകിയൊക്കെ പറഞ്ഞു പോകും. എന്നാലും അവർ തരുന്ന സൂചനകൾക്കിടയിൽ, വരികൾക്കിടയിൽ SIT വായിക്കും ഒരു ദിവസം. എന്നിട്ട് ആ വിവരങ്ങൾ കൊണ്ടുപോയി ബാക്കി പിടിച്ചിരിക്കുന്നവരോട് ചോദിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്മകുമാർ അടക്കമുള്ള ആളുകളെ വീണ്ടും ചോദ്യം ചെയ്യും. അപ്പോൾ അവർ പറയും ഇങ്ങനെയൊന്നുമല്ല, അങ്ങനെ 1918 അല്ലെങ്കിൽ 2015 ഇന്ന ഹോട്ടലിൽ വെച്ച് ഞങ്ങൾ കണ്ടു, ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടു, മന്ത്രിയെ കണ്ടു, അവരെ കറക്റ്റ് പറയും അവർ. ഇത് വെച്ചുകൊണ്ടായിരിക്കും രണ്ടാമത്തെ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ചെയ്യലിൽ ഈ വിത്ത് ഡോക്യുമെന്റ്, വിത്ത് എവിഡൻസ് വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് ഒഴിയാൻ പറ്റത്തില്ല. അതിലൂടെ പിന്നെ അറസ്റ്റാണ് നടക്കുന്നത്. ഇതാണ് അറസ്റ്റിലേക്ക് പോകുന്നൊരു സീക്വൻസ്. അപ്പോൾ എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത് പറയുമ്പോൾ ഇത് ഒരു ഡിജിറ്റൽ ചാനൽ എന്നുള്ള നിലയിൽ നമുക്ക് ഒരു രാഷ്ട്രീയവുമില്ല, ആരോടും മമതയില്ല, ആരോടും സ്നേഹവുമില്ല, ആരോടും എതിർപ്പുമില്ല, പരിഭവമില്ല. നമ്മൾ പറയുന്നു, അത് അതുപോലെ നടക്കുന്നു. വീണ്ടും നമ്മൾ പറയാൻ ശ്രമിക്കുന്നു. ഏക കണ്ടീഷൻ, ഞങ്ങൾ ഇതിനകത്ത് സീരിയസ് ആയി ഹോംവർക്ക് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ.